A Complete Unknown. ഇത്തവണ ഓസ്കാറിന് മികച്ച ചിത്രം, മികച്ച നടൻ ഉൾപ്പെടെ 8 നോമിനേഷനുകൾ പോയ ഒരു സിനിമയാണ്. അവാർഡ് കിട്ടിയില്ലായിരുന്നു, പക്ഷെ നോമിനേഷനിൽ മാത്രമേ പോയുള്ളൂ. ബട്ട് ഇത് കാണണമെന്ന് ഞാൻ കരുതിയ ഒരു സിനിമ തന്നെയായിരുന്നു. സോ കണ്ടു. അപ്പോൾ ജെയിംസ് മാങ്കോൾഡ് സംവിധാനം ചെയ്ത് ടിമത്തി ഷാലമെറ്റ് കേന്ദ്ര കഥാപാത്രമായി വന്ന ഈ ഇംഗ്ലീഷ് ബയോപിക്കിനെ കുറിച്ചാണ് ഇന്ന്. അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡിലന്റെ ബയോപിക് ആണിത്. പുള്ളി അമേരിക്കൻ ഫോക്ക് മ്യൂസിക്കിന് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ബോബ് ഡിലന്റെ ജീവിതത്തിൽ 1961 മുതൽ 65 കാലഘട്ടം വരെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. എനിക്ക് പേഴ്സണലി ബോബ് ഡിലനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഇതിൽ പുള്ളി എഴുതിയ പാട്ടുകളുടെ വരികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഞാൻ പേഴ്സണലി ഒരു മ്യൂസിക്കൽ ഫിലിംസിന്റെ ഒന്നും ഫാനൊന്നും അല്ല, പക്ഷെ ഇതിലെ സോങ്സ് ഒന്നും ഞാൻ ഓടിച്ചൊന്നും വിട്ടില്ല. എനിക്ക് ഇതിന്റെ വരികളൊക്കെ രസമുണ്ടായിരുന്നു. സോ ഞാൻ ഇങ്ങനെ ഫുൾ കണ്ടിരുന്നു. ബോബ് ഡിലനായിട്ട് ടിമത്തി ഷാലമേറ്റ് കിടു പെർഫോമൻസ് ആയിരുന്നു. 40ഓളം പാട്ടുകൾ പുള്ളി തന്നെ പാടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗിറ്റാറും മൗത്ത് ഓർഗൻ വായിക്കുകയും കൂടി ചെയ്തു. സോ ഹീസ് ബ്രില്യൻറ്റ്. എന്തൊരു റേഞ്ചുള്ള ആക്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഏത് റോൾ വേണമെങ്കിലും പുള്ളി ചെയ്തോളും. കോൾ മീ ബൈ യുവർ നെയിം, ഡ്യൂണ്, ഇപ്പൊ ഇത് ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ആനയും ആടും പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ആണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇതിലെ നായകനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലൊന്നുമല്ല പടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് റിബൽ ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആൻഡ് നിഗൂഢനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു സിംഗർ എന്ന നിലയിൽ ഫേമസ് ആയത് പുള്ളിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ഫാൻസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാനൊന്നും പുള്ളിക്ക് അങ്ങോട്ട് പറ്റുകയില്ല. അതുപോലെ തന്നെ പുള്ളിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മനുഷ്യരോടും അങ്ങനെ തന്നെയാണ് പുള്ളിയുടെ പെരുമാറ്റം. ഇപ്പോൾ സിൽവിയോടൊക്കെ ചെയ്തതൊക്കെ കണ്ടാൽ ഒറ്റയടി തന്നെ വെച്ചു കൊടുക്കാൻ തോന്നും. അത് പറഞ്ഞപ്പോഴാണ് അർത്ഥം. സിൽവിയ ആയിട്ട് വന്ന നടി LA ഫാനിങ് കിടു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ജോവനായിട്ട് വന്ന മോണിക്ക ബാർബേറയും നൈസാണ്. ഇവരുടെ ഒരു ത്രികോണ പ്രണയം കാണുമ്പോൾ വാട്ട് കോക്കനട്ട് എന്ന് നമ്മൾ ചോദിച്ചു പോകും. അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു ലൈഫാണ് ബോബിന്റേത്. എഡ്വേർഡ് നോർട്ടൺ പീറ്റ് സിഗോർ ആയിട്ട് പൊളിയായിരുന്നു. ഇതിലൊരു സംഗീതജ്ഞൻ മറ്റൊരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പീറ്റ് എല്ലാ കാലത്തും ബോബിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാർ ഓപ്പോസിറ്റ് ആകുമ്പോൾ പോലും ജോണി ക്യാഷ് എന്ന് പറയുന്ന വേറൊരു മ്യൂസിഷ്യൻ ബോബിനോട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ് എന്ന് പറയുന്നതൊക്കെ ആ ഒരു സപ്പോർട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് വർക്കാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 60കളിലെ അമേരിക്കയിൽ ചെന്നൊരു ഫീൽ തരുന്നുണ്ട്. അവിടുത്തെ വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ഫെസ്റ്റിവൽസ് ഒക്കെ അവർ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതി കൊണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഈ പടത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് പറയാം. സ്റ്റിൽ ഇത് എല്ലാവർക്കും പറ്റിയ പടമല്ല. ഓസ്കാർ പടങ്ങൾ കാണുന്നവർക്കറിയാം കുറച്ച് ക്ലാസ് ഫിലിംസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതലാണ്. എനിക്കും ഇടയ്ക്കൊക്കെ കുറച്ച് മുഷിപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കഷ്ണമായിട്ടാണ് ഈ സിനിമ കണ്ടു തീർത്തത്. സോ അത് ഓർത്ത് വേണം പടം കാണാനായിട്ട്. പടം ക്ലാസ് ആണ്, മാസ് അല്ല. ബൈ ഈ ഓസ്കാർ കിട്ടിയ പടങ്ങളിൽ നിന്നും പുലിമുരുകനും മാർക്കോയും പുഷ്പയും ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ കാണരുത്. അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒട്ടും ക്ലാസ് പടങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത മാസ് ഓഡിയൻസിന് ഇതൊക്കെ ഊഞ്ഞാല പടമായിട്ടേ തോന്നുകയുള്ളൂ. അവാർഡിനൊക്കെ പോയ പടങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്കാണ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുക. അത് ഓർക്കുക. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. പടം ഇപ്പോൾ ഡീറ്റെയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.